അപ്പോൾ ആൻഡ്രോയിഡ് ക്രാഫ്റ്റ് മീഡിയയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വരെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതുപോലെ ഒരു ചെമ്പരത്തിയും വീട്ടിലുള്ള മൈലാഞ്ചിയും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ ഒരു മുടി കറുപ്പിക്കുന്ന ഓയിൽ നമുക്ക് എങ്ങനെ വീട്ടിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കാം എന്നാണ് ഇന്നത്തെ വരെ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് 100% ഉറപ്പാണ്. നമ്മുടെ മുടി കറുക്കുകയും ചെയ്യും, മുടി കൊയ്യാതിരിക്കുകയും ചെയ്യുന്ന ഒരു ഓയിലാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിത് വീട്ടിൽ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ഓയിലാണ്. അപ്പോൾ നമുക്ക് നേരെ അതിൻ്റെ വീഡിയോയിലോട്ട് പോകാം. അതിൻ്റെ മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഈ ചാനൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്താണെന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ആ ഹാൻഡിലിന്റെ ഇടതുവശത്ത് ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. അപ്പോൾ നമ്മൾ മൈലാഞ്ചി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ചെമ്പരത്തിൻ്റെ പൂവാണ്, ചെമ്പരത്തി പൂവ്. പിന്നെ നമുക്ക് വേണ്ടത് ചെമ്പരത്തി പൂവ് നിങ്ങൾക്ക് ആവശ്യമുള്ള അത്ര എടുത്താൽ മതി. ഞാൻ 3 എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ട ഒരു കൊത്തമ്മിയുമാണ്. ഇനി നമ്മൾ ഗ്യാസ് കത്തിച്ച് അപ്പോൾ നമ്മൾ ചീഞ്ചട്ടി വെച്ച് ഇനി നമുക്ക് ലേശം വെളിച്ചെണ്ണ ഒഴിക്കണം. നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾക്കനുസരിച്ച് മാത്രമുള്ള വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. നമുക്ക് കുറച്ചോ നിങ്ങൾക്ക് എങ്ങനെയാണോ ഇത് മൈലാഞ്ചി എങ്ങനെയാണോ കിട്ടുന്നത് അതിൻ്റെ ആ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ ഇത് ഒഴിച്ചാൽ മതി വെളിച്ചെണ്ണ. ഇനി നമ്മളിത് കത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ചൂടായി വരണം. വെളിച്ചെണ്ണ ചൂടാവുന്ന ആ ടൈമിലാണ് ഇനി നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ നേരെ പോവുക, എന്നിട്ട് ചെമ്പരത്തി എടുക്കുക. ചെമ്പരത്തിൻ്റെ പൂവ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് കൊത്തമ്മിയിലിട്ടിട്ട് ഒന്ന് അരച്ചരി എടുക്കുക. അപ്പോൾ നമ്മൾ ഇനി മൈലാഞ്ചി എടുത്തിട്ട് നമ്മൾ ഇതിലിട്ടിട്ട് ഒന്ന് വെളിച്ചെണ്ണയിൽ ഇടാൻ പോവാണ്, ചൂടുള്ള. അപ്പോൾ ഞാൻ കത്തിക്കൽ നിർത്തിയില്ല, നിങ്ങൾക്ക് കാണാൻ തിളയ്ക്കുന്നത്. നമുക്ക് സിമ്പിൾ തന്നെയാണ്. അപ്പോൾ നമ്മൾ നന്നായി ഒന്ന് അരച്ചെടുക്കണം മൈലാഞ്ചി. ഞാൻ ആ ഒരു ഭാഗം അതിൽ കൊടുത്തില്ല. നന്നായി ഒന്ന് ഇതാവും. നമ്മൾ ഒന്ന് ഇളക്കിയൊക്കെ ഒന്ന് കൊടുക്കുക. ഇനി നമ്മൾ ആ അരച്ച് വെച്ചത് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. ചെമ്പരത്തിൻ്റെ പൂവ് നമ്മൾ അരച്ച് വെച്ചത് ഇതിലിട്ട് കൊടുത്തു. അപ്പോൾ നന്നായി ഒന്ന് ഇളക്കി ഒന്ന് കൊടുക്കണം. അപ്പോൾ എന്ന് വെച്ചാൽ ഇതൊരു പച്ച കളറായി വരും. നമ്മൾ ഫുള്ളായിട്ട് നല്ലോണം ഇളക്കി. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, നമ്മുടെ മുടി ചോന്ന കളറാവുമെന്ന്. ഒരിക്കലും ഇത് ചോന്ന കളറാവില്ല. ഉറപ്പായിട്ടും ഇത് 120% നമുക്ക് പ്രൂഫായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഇത് നമ്മുടെ മുടി നിരച്ച് കിടക്കുന്ന മുടി ഉറപ്പായിട്ടും കറക്കുമെന്നുള്ളത്. അപ്പോൾ 100% ഇത് പ്രൂഫ് തന്നെയാണ് എനിക്ക്. അപ്പോൾ അതാണ് ഞാൻ നിങ്ങളിലേക്ക് ഈ ഒരു വീഡിയോ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് നമ്മൾ ഇളക്കിയതിന് ശേഷം നമ്മൾ ഇതൊന്ന് കറുത്ത് ഒന്ന് പച്ച കളറായിട്ട് വരും. അപ്പോൾ നമുക്ക് ഇത് ഞാൻ വെളിച്ചെണ്ണ ഒന്ന് കാണിച്ചു തരാം. ഇതിങ്ങനെ ഒരു ഇതായി വരും, ഒരു പച്ച കളറൊക്കെ ആയിട്ട് വരും. കാണിച്ചു തരാം, ഒരു പച്ച കളറായിട്ട് തന്നെ നിങ്ങൾക്ക് കാണാം. ഇത് കുറച്ച് കഴിഞ്ഞാൽ ഒന്നിങ്ങനെ കറുത്ത് വരും. ആ ഒരു ഇതിലാണ് നമ്മൾ പിന്നെ ഓഫാക്കേണ്ടത്, ഗ്യാസ് ഓഫാക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ ലേശം ഒരു കറുത്ത കളർ പോലെ ആയത്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ ഞാൻ ഒന്ന് എടുത്ത് കാണിച്ചു തരാം. നിങ്ങൾക്ക് കാണാം, അത് തിളയ്ക്കുന്ന ഒരു ഇതാണ്. നിങ്ങൾക്ക് കാണാം, അതാ ഒരു പച്ച കളറായി. ഇത് നമുക്ക് ഒന്ന് കത്തി ഒന്ന് ഇതായി കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, നമുക്ക് ഇതൊന്ന് കറുത്തിട്ട് വരും. നിങ്ങൾക്ക് കാണാതാ നമുക്കിതായി. അപ്പോൾ നമ്മൾ ഈ ആ കറുപ്പ് കളറിലെന്ന് വെച്ചാൽ നമ്മൾ ആ മൈലാഞ്ചി ഇതായതൊക്കെയാണ്. നമ്മൾ അതിൻ്റെ ചണ്ടിയാണ്. നമ്മളെന്ത് ചെയ്യുക, ചണ്ടി വേറെ ആക്കിയിട്ട് ആ ഒരു നീര് നിങ്ങൾക്ക് കാണാം, ഒരു പച്ച കളറിലെ നമ്മൾ ആ ഒരു ഇതാണ് എടുക്കേണ്ടത്. ആ ഒരു പച്ച കളറുള്ള ആ നീര് അതാണ് നമ്മൾ തലയിൽ തേക്കേണ്ടത്. ഇത് ഉറപ്പായിട്ടും നിങ്ങളുടെ മുടി കറക്കുന്നുള്ളതിന് 100% ഉറപ്പ് തന്നെയാണ്. നമുക്ക് സിമ്പിളായിട്ട് തന്നെ വീട്ടിൽ 2 സാധനം ഉപയോഗിച്ച് സിമ്പിളായിട്ട് വീട്ടിൽ ഉണ്ടാക്കാൻ എന്നൊരു സംഭവം